ഗോത്ര വിഭാഗങ്ങളുടെ ഊരുകൾ നിലവിൽ ഉന്നതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മളോട് പലപ്പോഴും ഈ മൂപ്പന്മാരടക്കം അവിടെ താമസിക്കുന്ന ആളുകളടക്കം പറഞ്ഞത് ഊര് എന്നുള്ള പേര് അവരുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് മറ്റൊരു പേര് കൊണ്ടുവരുന്നത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കൺസേൺ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൽ മാറ്റം വരുത്തും. അതിനെ ഉന്നതി എന്നുള്ളത് മാറ്റി ഊര് എന്നാക്കി മാറ്റും. കാരണം അവരുടെ തനിമ, ആ സംസ്കാരത്തിൻ്റെ തനിമ നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഊരിലേക്ക് തന്നെ മടങ്ങും. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നതി എന്ന് മാറ്റിയതാണ് ഞാനിപ്പോൾ ആദ്യം പ്രഖ്യാപിക്കുകയാണ്. അത് ഊര് എന്ന് തന്നെ ആക്കി മാറ്റും. കാരണം അതിലെ കൺസേൺ അവിടുത്തെ മൂപ്പന്മാരടക്കം നമ്മളെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മാറ്റം. പിന്നെ എനിക്കും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയാനുള്ളത്, എപ്പോഴും ഈ ഇപ്പം കോളനി എന്ന് മാറ്റി ഉന്നതി എന്നാക്കി. പക്ഷെ ഉന്നതി എന്നാക്കി മാറ്റുമ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല. അപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഞാനൊരു ഉന്നതിയിൽ പോകുമ്പം ഞാനൊരു മരിച്ച ഒരാൾ മരിച്ചു, അവരെ കാണാൻ വേണ്ടി ഞാനവിടെ പോയപ്പോൾ അവിടെ കുടിവെള്ളം പോലും ഇല്ല. മരിച്ച വീട്ടിൽ ഒരുപാട് ആളുകൾ വരും. അവിടെ ഒരു കുടിവെള്ളം പോലും, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത സാഹചര്യം എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പേര് മാറ്റം മാത്രമല്ല, പേരൊക്കെ മാറ്റുന്നതിൽ നമ്മൾ ആർക്ക് നേരെയും ആക്ഷേപം ഉന്നയിക്കുന്നില്ലെങ്കിൽ കൂടി ആ പേര് മാറ്റുമ്പോൾ അതിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി നമ്മൾ കൊണ്ടുവരണം എന്നുള്ള ചിന്ത ഭരണാധികാരികൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന ഉന്നതികൾ ഊര് എന്ന് മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടെ തന്നെ അത് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് വകുപ്പ്. നമുക്ക് ശ്രീകണ്ഠേട്ടൻ കൂടി ഒന്ന് സംസാരിച്ചിട്ട് മോനെ ഇത് സംസാരിച്ചിട്ട് ഇല്ല. ഇപ്പം SC വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കോളനി മാറ്റിയിട്ട് ഉന്നതിയാണ് ആക്കിയിട്ടുള്ളത്. അതിനെതിരെ ആരും ഇതുവരെ നിലവിൽ പരാതി തന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആലോചിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ നമുക്ക് ആ കൺസേൺ ഗോത്ര വിഭാഗങ്ങൾ പലരും അറിയിച്ചു, മൂപ്പന്മാരടക്കം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും കൂടെ അത് ശരിയാണ്, അവർ പറഞ്ഞ ശരിയാണ്. കാരണം ഊരെന്ന് പറയുന്ന അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ പേര്. അപ്പോൾ അത് നിലനിർത്തണം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതാണ് മാറ്റുന്നത്. ട്രൈബൽ മേഖലയിലാണ് മാറ്റുന്നത്. താഴെത്തട്ടിലുള്ള കുട്ടികൾ പ്രധാനമായിട്ടും റെഗുലർ സ്കൂളിലേക്ക് പോകുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LKG, പ്രീ സ്കൂൾ, LKG, UKG സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഇടത്തരക്കാരുടെ മക്കൾ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കാനായിരിക്കും തീർച്ചയായിട്ടും ലേണിംഗ് സെന്റർ സ്ഥാപിക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുണ്ട്. എൻ്റെ നാട് അഴീക്കോടാണ്, കണ്ണൂർ. അവിടെയുണ്ട്. ഈ ഒരു അധ്യാപികനെ നിയമിക്കുമ്പോൾ പൊതുവെ ഒരു പരസ്യം വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ കത്തിൽ സാധാരണ ബേസിക് യോഗ്യതയുള്ള ഒരാളെ കൊണ്ട് നിയമിക്കുകയും കുട്ടികൾക്ക് യാതൊന്നും മനസ്സിലാവുകയും ചെയ്തു. ഒരു ഇത്തരം ലേണിംഗ് സെന്ററുകളിൽ അധ്യാപകരെ നിയമിക്കുന്നത് അവരോട് നമുക്കറിയാം, നമ്മുടെ എയ്ഡഡ് സ്കൂളിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് സ്കൂൾ ആയിക്കോട്ടെ, ഗവൺമെന്റ് സ്കൂളുകൾ പലപ്പോഴും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത അധ്യാപകരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കുട്ടികൾ. അതിന്റെ പ്രശ്നമാണ് മലയാളി അഭിമുഖീകരിക്കുന്നത്. ഈ കുട്ടികൾക്ക് പ്രീ ലേണിംഗ് സ്കൂളുകളിൽ ഇനി പഠിപ്പിക്കുമ്പോൾ യോഗ്യതയുള്ള, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന യോഗ്യതയുള്ളവരെ കൃത്യമായി നല്ല ശമ്പളം കൊടുത്ത് നിയമിക്കുമോ, ആ കുട്ടികളെ ആ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. ഈ പ്രീ മെട്രിക് ഹോസ്റ്റലുകളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുടെയും അധ്യാപക നിയമനത്തിൽ ഈ തരത്തിലുള്ള ഒരു യോഗ്യതാ മാനദണ്ഡം വെറും ഈ സർട്ടിഫിക്കറ്റ് മാത്രമല്ലാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു യോഗ്യത കൂടി ഉണ്ടോ എന്ന് ബോധ്യപ്പെടുത്തി നിയമിക്കുമോ എന്നുള്ള ഒന്ന്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞു 400 കോടിയിലധികം OBCയുടെ ഫണ്ട് ഈ നേരത്തെയുള്ള LDF സർക്കാർ എത്ര കാലമായി അത് കൊടുക്കാതിരിക്കുന്നുണ്ടോ എന്ന് വിശദീകരിക്കാം. കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ഇപ്പം ഇപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഇത്ര വ്യാപകമായിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ കോഴ്സിന് ചേരുമ്പോഴാണ് ആ കുട്ടിക്ക്
ഈ സഹായം വേണ്ടത്. അപ്പോൾ അത് വളരെ വ്യാപകമായിട്ടുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിലിപ്പോൾ SC-യുടെ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ട് സാധിച്ചു. മറ്റ് പിന്നോക്കത്തിൻ്റെയും ST-യുടെയാണ് പെൻഡിങ്ങിലുള്ളത്. അപ്പോൾ നമുക്ക് ഉടനടി കൊടുക്കാൻ സാധിക്കാത്തത് ഈ പറഞ്ഞ ആ ഹെഡിൽ വരുന്ന ഫണ്ടിൻ്റെ കുറവായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അത് കണ്ടെത്തുകയും അത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അത് അടിയന്തരമായിട്ട് തന്നെ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന സഹായം നൽകാം എന്നുള്ള അറിയിപ്പും കിട്ടിയിട്ടുണ്ട്. വളരെ